പ്രിയമുള്ളവർ, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു തരം മരമുണ്ട്. ആ മരത്തിൻ്റെ പേരെന്താ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ആ മരം പൂവായി, ആ പൂവ് കായായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. അതിലേക്ക് ഇന്ന് തൊഴാൻ പോയപ്പോൾ അതിൻ്റെ കിഴക്കേ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു മരം, വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സൗകര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. അതിന് കിഴക്കേ ഭാഗത്താണ് ഈ ഒരു മരം കണ്ടത്. അതിൻ്റെ പൂക്കളൊക്കെ കുറേ നിലത്തൊക്കെ വീണ് കിടക്കുന്നുണ്ട്. കുറേ കായകൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അവിടെ കൂടി നിൽക്കുന്ന ഒരുപാട് പേരുടെ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പേരെന്താണ്, ആർക്കും അറിയില്ല. അപ്പോൾ ഈ മരത്തിൻ്റെ പേര് അറിയുന്ന ആൾക്കാരൊന്ന് പറയാം. നല്ല മനോഹരമായിട്ടുള്ള കായകളാണ്, നല്ല പൂവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റ് തോന്നിപ്പോയി. കാരണം ഒരു 10-ലേറെ പേരോട് ഞാൻ ചോദിച്ചു എന്താണിതെന്ന്, പക്ഷെ ആർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഈ മരം എന്താണെന്ന് വെച്ചാൽ പറയാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ കായ അതെങ്ങനെ, ഇത് പൊട്ടി കുറേ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് കണ്ടോ. കൊലതും ചീഞ്ഞ് കിടക്കുന്നുണ്ട്. പലതും ഇതുപോലെ തോട് പോലെയാണ്. അപ്പോൾ ഈ മരം എന്താണ്, അതിൻ്റെ പൂവുകൾ നല്ല രസമുണ്ട് കാണാൻ. പൂവ് നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള ഒരു താമരപ്പൂവൊക്കെ പോലെ വിടർന്ന് നിൽക്കുന്ന പൂവുകളാണ്. നല്ല രസമുള്ള പൂവാണ്. അതിൻ്റെ മൊട്ടുകളും നല്ല ഭംഗിയുണ്ട് കാണാൻ. മൊട്ടുകളും അതുപോലെ മരം മൊത്തത്തിൽ ഭയങ്കര അട്രാക്ഷനാണ്. ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഞാനും ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. വള്ളി പോലെയാണ് ഇത് ഉണ്ടായത്. ഈ മരത്തുമെന്ന് ഒരു വള്ളി പോലെ ഉണ്ടായിട്ട് ആ വള്ളിയിലാണ് ഈ കായ ഉണ്ടാകുന്നത്. ചെറിയ കായകളായിട്ട് ഉണ്ടായിട്ട് അത് പിന്നെ വലുതായി വരികയാണ്. ഓക്കെ. അപ്പോൾ ഇതിന് ഇലകളൊക്കെ ഉള്ള ഭംഗിയുണ്ട്. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക എല്ലാവരും. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ. ഓക്കെ.